اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും പടച്ച റബ്ബ് വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ രോഗങ്ങളും ടെൻഷനുമില്ലാത്ത സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിദൂരമായ പല യാത്രകളും നമ്മൾ നടത്താറുണ്ട്. ആ യാത്രയുടെ ഒരുക്കമെന്നോണം നമുക്കറിയാവുന്ന സുഹൃത്തുക്കളോടും നമ്മുടെ സഹപ്രവർത്തകരോടുമൊക്കെ നാം പോകുന്നത് ബാംഗ്ലൂരിലേക്കോ ചെന്നൈയിലൊക്കെ ആണ് എങ്കിൽ അതിൻ്റെ വഴികളും അതിൻ്റെ റൂട്ടുകളുമൊക്കെ നാം അവരോട് ചോദിക്കും. യാത്ര ചെയ്യുമ്പോൾ നാം യാത്രയുടെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആധുനിക സംവിധാനങ്ങളായ ഗൂഗിൾ മാപ്പിൻ്റെ സഹായവും നാം തേടാറുണ്ട്. ചിലപ്പോൾ 10-40 കിലോമീറ്ററുകളോളം നാം വഴിയറിയാതെ യാത്ര പോയതിന് ശേഷമാണ് എൻ്റെ വഴി തെറ്റിയിരിക്കുന്നു, എൻ്റെ വഴി പിഴച്ചുപോയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും 10-40 കിലോമീറ്ററുകൾ തിരികെ മടങ്ങി വരേണ്ടി വരുന്നൊരവസ്ഥ. ശരിയായ മാർഗം കാണിക്കുമെന്ന് നാം വിശ്വസിക്കുന്ന ഗൂഗിൾ മാപ്പ് പോലും ശരിയായ ട്രാക്കിൽ നിന്ന് നമ്മളെ തിരിച്ചു കളഞ്ഞ് മനുഷ്യർ മരണപ്പെട്ടു പോയ വാർത്തകൾ പോലും നാം വായിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തെ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ നമ്മുടെ യഥാർത്ഥ യാത്രയുടെ ലക്ഷ്യമായ മോക്ഷത്തിൻ്റെ മാർഗം എന്താണ് എന്ന്, രക്ഷയുടെ മാർഗം എന്താണ് എന്ന് ഇന്ന് ലോകത്തെ 800 കോടിയോളം മനുഷ്യര്
സമാധാനത്തിൻ്റെയും രക്ഷയുടെയും യഥാർത്ഥ വഴി എന്താണ് എന്ന് അന്വേഷിക്കുകയും ആ വഴി കണ്ടെത്താത്തതിൻ്റെ പേരിൽ ആത്മഹൗതിയിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കുമൊക്കെ മനുഷ്യർ പെട്ടുപോകുമ്പോൾ സൂറത്തുൽ അൻആമിൻ്റെ 155 വചനത്തിലൂടെ ഞാൻ ഖുതുബയുടെ ആമുഖമായി ഓതിവെച്ച വചനത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വഴി കാണാത്ത മനുഷ്യർക്ക് റബ്ബ് പറഞ്ഞു കൊടുക്കുന്നത് വഅന്ന ഹാദാ സിറാതീ മുസ്തഖീമൻ ഫത്തബിഊ, ഇതാണ് ശരിയായ മാർഗം, ഇതാണ് എൻ്റെ മാർഗം, ശരിയായ വഴി. ഫത്തബിഊ, ആ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉസ് സുബുൽ, വിഭിന്ന മാർഗങ്ങളെ, വിഭിന്ന വഴികളെ നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങൾക്ക് ശരിയായ മാർഗം ഞാൻ കാണിച്ചു തരാം, ഇതാണ് എൻ്റെ ശരിയായ മാർഗം. വിഭിന്നമായ മാർഗങ്ങൾ നിങ്ങൾ അനുകരിച്ചാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും. യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങൾ ഭിന്നിപ്പിന്റെ വഴികളിലേക്ക് പെട്ടുപോകും. സാലികും വസ്സാകും ബിഹി, ഇപ്രകാരം ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? അല്ലാഹ് പറയുന്നു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിനു വേണ്ടി. പ്രിയമുള്ളവരെ, ലോകത്ത് ഒരുപാട് രക്ഷയുടെ മാർഗങ്ങൾ, സമാധാനത്തിൻ്റെ വഴികൾ, ആത്യന്തികമായ രക്ഷയുടെ വഴി ഇതാണ് എന്ന് കാണിക്കുന്ന ഒരുപാട് വഴികളുണ്ട്. ലോകത്തെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഇതാണ് ശരിയായ മാർഗം. അല്ലാഹ് കാണിച്ചു തന്ന വഴി ഇതാണ്, ഇതാണ് ശരിയായ മാർഗം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ ശരിയായ ഒരു വഴിയുമുണ്ട്, പുരോഹിതന്മാരുടെ മറ്റൊരു വഴിയുമുണ്ട്. പലപ്പോഴും മുസ്ലിമീങ്ങളിൽ ഒരു 90% പിൻപറ്റുന്നത് സച്ചരിതരായ പ്രവാചകന്മാരുടെ മാർഗമല്ല. സമകാലിക ലോകത്ത് നാം കാണുന്ന പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങളും അവരുടെ വഴികളിലേക്കുമാണ് സാധുക്കളായ മനുഷ്യരെ പിഴച്ചു പോകുന്നത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വഅന്ന ഹദാ സിറാത്തി, ഇതാണ് ശരിയായ മാർഗം, ഫത്തബിഊ, നിങ്ങൾ അതിനെ പിൻപറ്റണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുഭൂമിയുടെ മണൽപ്പരപ്പിൽ ഒരു വലിയ വര വരച്ചിട്ട് റസൂൽ പറഞ്ഞു, ഇതാണ് ശരിയായ ഒരു മാർഗം. ആ ശരിയായ വഴിയുടെ പിന്നിൽ അനേകം ചെറിയ ചെറിയ വഴികൾ പ്രവാചകൻ വരച്ചു. എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിയായ മാർഗത്തിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോ ആ ശരിയായ മാർഗങ്ങളുടെ ഇടതും വലതും ഭാഗത്തുള്ള അനൈക്യങ്ങളുടെയും ഭിന്നിപ്പിന്റെയും കക്ഷികൾ, പൈശാചികമായ കക്ഷികൾ ആ വഴികളിലേക്ക് നമ്മെ വലിച്ചുകൊണ്ടിരിക്കും. ബഹുദൈവ ആരാധനയുടെ വഴികളാകാം, ഈ ലോകത്ത് സമ്പത്ത് മാത്രം തേടിയെടുക്കുന്ന വഴികളാകാം, അതുപോലെ വികാര വിചാരങ്ങൾ കടിമപ്പെട്ട് വ്യഭിചാരത്തിലേക്കും മോശമായ പ്രവർത്തനങ്ങളിലേക്കും പോകുന്ന മാർഗങ്ങളാകാം. ഇവിടെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വര വരച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതാണ് ശരിയായ മാർഗം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് 5 നേരത്തെ നമസ്കാരത്തിലൂടെ ഒരു മുഅ്മിൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നൊരു പ്രാർത്ഥന റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. റബ്ബേ, ഞാൻ ജീവിക്കുന്ന ഈ ലോകം അജ്ഞതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും
സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്ന പൈശാചിക പ്രവർത്തനങ്ങളുടെയും കൊള്ളയുടെയും കൊലപാതകത്തിന്റെയും ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെ എനിക്ക് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ശരിയായ വഴിയും ശരിയായ മാർഗത്തിലേക്കും എൻ്റെ റബ്ബേ എന്നെ നീ നയിക്കണമേ എന്ന് ഒരു മുഅ്മിൻ ഹൃദയം തുറന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഏതാണ് ആ വഴി പ്രിയമുള്ളവരെ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ആ അനുഗ്രഹിച്ചവരാരൊക്കെയാണ്? മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ, പ്രവാചകന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും മാർഗമാണ്. ആ സച്ചരിതരായ മഹാരഥന്മാരുടെ, ആ മഹാമനീഷികളുടെ മാർഗത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെയും ചേർക്കണം. അല്ലാഹുവേ മാർഗം പിഴച്ചുപോയ, വഴി പിഴച്ചുപോയ, അതുപോലെ നിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ, നിന്റെ കോപത്തിന് വിധേയരായവരിൽ നാഥാ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് നിരന്തരം റബ്ബിനോട് നാം പ്രാർത്ഥിക്കുന്നത്. ശരിയായ വഴിയും ശരിയായ മാർഗവും നാം ഉദ്ദേശിച്ചാൽ മാത്രം പോരാ, ആ ഹിദായത്തിന്റെ വെളിച്ചവും അതിന്റെ മാർഗവും അല്ലാഹു നമുക്ക് കാണിച്ചു തരണം. ആ ഒരു മാർഗത്തെ തേടുന്ന തേട്ടമാണ് 5 നേരം 17 പ്രാവശ്യം ഒരു മുഅ്മിൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഞങ്ങൾ ഏത് നിമിഷവും പിഴച്ചു പോകും. ഞങ്ങളുടെ വിശ്വാസത്തിൽ അപജയം സംഭവിക്കും. സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്ന് നരകത്തിന്റെ മാർഗത്തിലേക്ക് വീണുപോകും. നമ്മുടെ ഹൃദയത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള, അനശ്വരമായ പരലോകത്തെക്കുറിച്ചുള്ള, സ്വർഗത്തിലെ ആ സുഖകരമായ സ്വപ്നങ്ങളാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ളത്. പക്ഷേ പൈശാചികമായ ബോധനം മനുഷ്യരെ തളർത്തിക്കളയും. അതുകൊണ്ട് റബ്ബേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. 60 വയസ്സ് പ്രായമുള്ള തിരുവനന്തപുരം നഗരത്തിലെ ഒരു ഗുണ്ടയായ ഒരു മനുഷ്യൻ, തെമ്മാടികളിത്തത്തിലും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും ഒക്കെ കെട്ടിപ്പടുത്ത ആ മനുഷ്യൻ പ്രായാധിക്യത്തോട് അടുത്തപ്പോ പല രോഗങ്ങൾ അദ്ദേഹത്തിന് വന്നണഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് രോഗത്തിൻ്റെയും വേദനയിലും സാഹചര്യത്തിൽ ആ ആത്മാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ രോഗത്തിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിനു വേണ്ടി നിന്റെ ജീവിത പങ്കാളി നിന്റെ കൈകളിൽ കെട്ടിയിരിക്കുന്ന ആ ഉറുക്കുകളും നിന്റെ കുടുംബാംഗങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് നിന്നെ ചങ്ങലകൾ കൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ആ ചങ്ങലകളുമൊക്കെ പൊട്ടിച്ചു കളഞ്ഞ് അല്ലാഹുവിലേക്കുള്ള മാർഗം തേടിയാൽ ഒരുപക്ഷേ നിന്റെ രോഗം മാറിയിട്ടില്ലെങ്കിലും മരണാനന്തരം നിനക്ക് സന്തോഷകരമായൊരു ലോകമുണ്ടാകും. ആ സുഹൃത്തിന്റെ ഉപദേശം ആ സഹോദരൻ എല്ലാ ഉറുക്കുകളിൽ നിന്നും, ഏലസ്സുകളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, ഈ പുരോഹിതന്മാർ, ഈ പാമര ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന എല്ലാ പൈശാചികതകളിൽ നിന്നും ആ സഹോദരന് തിരിച്ചറിവുണ്ടായി. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടായി. ഗുണ്ടയായി ജീവിച്ചിരുന്ന ആ മനുഷ്യൻ പറയുന്നത്, ഞാൻ അക്രമങ്ങളും കൊള്ളയുമൊക്കെ നടത്തി ജീവിക്കുമ്പോഴും രാത്രിയിൽ എനിക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വിശ്വാസവും ഈ വഴിയും എനിക്ക് മനസ്സിലായപ്പോ, എനിക്ക് തിരിച്ചറിവുണ്ടായപ്പോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനവും ആശ്വാസവും ഉണ്ടായി. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്തിലാണല്ലോ ഈ തിരിച്ചറിവ് എനിക്ക് വന്നത്. എൻ്റെ യൗവനത്തിൻ്റെയും എൻ്റെ ചുറുചുറുക്കിൻ്റെയും കാലം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഒരു കുറഞ്ഞ കാലയളവിലാണെങ്കിലും
ശരിയായ വഴിയിലും ശരിയായ മാർഗത്തിലുമാണെങ്കിൽ റബ്ബ് നമ്മെ സ്വീകരിക്കും. കാരണം പരിശുദ്ധ ഖുർആൻ അതിന് തെളിവാണ് സഹോദരങ്ങളെ. മഹാനായ മൂസ അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ഫിർഔൻ കൊണ്ടുവന്ന സാഹിര്യങ്ങൾ, മാജിഷ്യന്മാർ ഫിർഔനിന്റെ മുന്നിലേക്ക് വന്നിട്ട് ആ മാജിഷ്യന്മാര് ചോദിച്ചു, ആ സാഹിര്യങ്ങൾ ചോദിച്ചു, ലോകത്തൊരാളുടെയും മുന്നിൽ ഞങ്ങൾ മുട്ടുകുനിച്ചിട്ടില്ല, പരാജയപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മൂസയെ ഞങ്ങൾ പരാജയപ്പെടുത്തി തരാം. ഞങ്ങൾക്ക് തരാൻ പോകുന്ന പാരിതോഷികങ്ങൾ എന്താണ് എന്ന് ഫിർഔൻ താങ്കൾ പറഞ്ഞാൽ മതി. ഫിർഔൻ അവർക്ക് വലിയ വലിയ വാഗ്ദാനങ്ങളും ഈ കൊട്ടാരത്തിലെ ഉന്നതമായ പദവികളും സ്ഥാനങ്ങളുമെല്ലാം ഈ ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു. മൂസ അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് വന്ന് ആ നാട്ടിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ വേദിയിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് ജ്യോത്സ്യന്മാര് ചോദിച്ചു, മൂസ നീ ഇടുകയാണോ അതോ ഞങ്ങൾ ഇടട്ടോ എന്ന് ചോദിക്കുമ്പോ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഇട്ടുകൊള്ളുക. ആ ജ്യോത്സ്യന്മാരുടെ കൈവശമുണ്ടായിരുന്ന നൂലുകൾ ആ സദസ്സിലേക്ക് ഇട്ടപ്പോ അവരുടെ വല്ലാത്ത ഒരു കൺകെട്ട് വിദ്യയിലൂടെ ആ ചെറിയ നൂലുകൾ വലിയ സർപ്പങ്ങളായി മാറി. മൂസ അലൈഹിസ്സലാം എന്ന അല്ലാഹുവിന്റെ മുഅ്ജിസത്ത്, റബ്ബുണ്ട് എന്നറിയിക്കുന്ന വലിയൊരു ദൃഷ്ടാന്തമായ മഹാനായ മൂസ അലൈഹിസ്സലാമിന്റെ വടി നിലത്തേക്കിട്ടതും അതിനേക്കാളും വലിയൊരു സർപ്പമായി മാറി. ആ മാജിഷ്യന്മാരുടെ ആ സർപ്പങ്ങളെ വിഴുങ്ങുകയും മൂസ അലൈഹിസ്സലാം വടി തിരിച്ചെടുക്കുകയും ചെയ്തപ്പോ ആ സാഹിര്യങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായി. ഈ മൂസയും ഹാറൂനും സാധാരണ മനുഷ്യര് കാണിക്കുന്ന കൺകെട്ട് വിദ്യകളും ഇത് ജ്യോത്സ്യവുമല്ല, ഇത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. ഈ പ്രപഞ്ചനാഥനായ ഒരു അല്ലാഹു ഉണ്ടെന്നറിയിക്കുന്ന ദൃഷ്ടാന്തമാണ്. ആ സാഹിര്യങ്ങൾ ആ സമയത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫൗൽഖിയസ് സഹറതു സുജ്ജദ ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ആ സമയം ആ സാഹിര്യങ്ങൾ ഫൗൽഖിയസ് സഹറതു സുജ്ജദ സുജൂദിലായിക്കൊണ്ട് സർവാധിനാഥനായ റബ്ബിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ സുജൂദിലേക്ക് പ്രണാമം വീണു. എന്നിട്ടോ ഖാലു അവർ പ്രഖ്യാപിച്ചു, ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരായ മൂസയും ഹാറൂനും പറയുന്ന ഏകനായ രക്ഷിതാവായ അല്ലാഹുവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ ജ്യോത്സ്യന്മാര് പറഞ്ഞപ്പോ ഫിർഔൻ എന്ന ഏകാധിപതിയായ ആ ചക്രാധിപതിയായ ആക്രമിയായ മനുഷ്യൻ ഗർജനം നടത്തി. ഞാൻ പറയുന്നതിനു മുമ്പ് മൂസയുടെ മാർഗം നിങ്ങൾ സ്വീകരിച്ചോ? ഞാൻ നിങ്ങൾക്ക് അനുമതി തരുന്നതിനു മുമ്പ് മൂസയുടെ മാർഗം നിങ്ങൾ സ്വീകരിച്ചോ? ഫിർഔൻ പറഞ്ഞു, നിങ്ങളെയും വലിയ വിദ്യ, വലിയ കൺകെട്ടി വിദ്യ പഠിപ്പിച്ച വലിയൊരു വിദ്വാനാണ് ഈ മൂസ എന്ന് ഫിർഔൻ പറയുകയും അവിടെയുണ്ടായിരുന്ന ആ ജ്യോത്സ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ കാലുകളും കൈകളും ഞാൻ ഛേദിക്കും, എന്നിട്ടോ ഞാൻ നിങ്ങളെ ക്രൂശിക്കുകയും ചെയ്യും. ആ ജ്യോത്സ്യന്മാരുടെ വിശ്വാസം കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. അവർക്ക് ബോധ്യപ്പെട്ടോ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന്. അവനാണ് ഈ സൂര്യനെയും ചന്ദ്രനെയും ഈ കാണുന്ന പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവൻ അവനാണ്. രാത്രിയെയും പകലിനെയും സംവിധാനിക്കുന്നവനാണ്. ഉമ്മയുടെ ഉദരത്തിൽ ഓരോ കുഞ്ഞുങ്ങളെയും ഘട്ടം ഘട്ടമായി വളർത്തുന്നത് അവനാണ്. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഈ ലോകത്ത് ഉമ്മയുടെ ശരീരത്തിൽ മുലപ്പാൽ സംവിധാനിച്ചത് അവനാണ്. ആ തിരിച്ചറിവുണ്ടായ ആ ജ്യോത്സ്യന്മാരുടെ വിശ്വാസം പരിമിതമായ മണിക്കൂറുകൾ മാത്രമാണെങ്കിൽ
ആ സമയത്ത് ഈ ജ്യോത്സ്യന്മാരോട് ഫിർഔൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞപ്പോ അവരുടെ പ്രഖ്യാപനം ഫഖലി മാ അൻത ഖാൽ, എങ്കിൽ നീ വിധിച്ചുകൊള്ളുക. ഇന്നമാ തഖലി ഹാദിഹിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ലോകത്ത് മാത്രമേ ഫിർഔൻ നിനക്ക് വിധിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നീ വിധിച്ചുകൊള്ളുക. നീ ചെയ്താൽ ഞങ്ങളെ കൊല ചെയ്യപ്പെട്ടേക്കാം. നീ ഞങ്ങളെ കൊല ചെയ്യപ്പെട്ടാലും മരണാനന്തരം ഒരു ലോകമുണ്ട്. ഞങ്ങളുടെ ആത്മാവിനെ സ്വീകരിക്കാൻ ഓരോ മനുഷ്യരും അറിയുന്നില്ല. മരണസമയത്ത് അവരുടെ ആത്മാവ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയ ആ മനുഷ്യർക്ക് മനസ്സിലായി, ഒരു മുട്ടത്തോട് അടവച്ചിട്ട് ആ മുട്ട പൊട്ടി ആ മുട്ടത്തോടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ കോഴി കുഞ്ഞുങ്ങളെ പോലെ ഈ കാണുന്ന 80-85 കിലോയുള്ള ഈ ശരീരത്തിൽ നിന്ന് ഛിന്ന ഭിന്നമായി വെട്ടി നുറുക്കപ്പെട്ടാലും എന്നെ കരിച്ചു കളഞ്ഞാലും എന്റെ ആത്മാവ് എന്റെ റബ്ബിലേക്കാണ് ഉയരുന്നതെന്നുള്ള തിരിച്ചറിവ് ആ ജ്യോത്സ്യന്മാർക്ക് മൂസാ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവർക്കുണ്ടായിരുന്നു. എന്നാൽ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ പൂർവികരുമൊക്കെ ഈ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു ദൃഢതയുണ്ടോ? നമുക്കങ്ങനെയുള്ള ഭീഷണികളെ അതിജീവിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞുപോയ 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഇന്ത്യയുടെ പാർലമെന്റിൽ പോലും രാഹുൽ ഗാന്ധി എന്ന ആ വ്യക്തിത്വം പാർലമെന്റിൽ പാരായണം ചെയ്ത പാർലമെന്റിൽ വിശുദ്ധ ഖുർആനിന്റെ 2 വചനങ്ങളുടെ അർത്ഥം അവിടെ പറയുകയുണ്ടായി. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഫിർഔനിന്റെ ഭരണകാലത്ത് മൂസാ അലൈഹിസ്സലാം പറഞ്ഞ ആ 2 വചനങ്ങളുടെ അർത്ഥമാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയുടെ 45-46 വചനങ്ങളാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബനാ ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ. മഹാനായ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഞങ്ങളുടെ നാഥാ, ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയോ അതിക്രമം കാണിക്കുകയോ ചെയ്യുമെന്ന് ഈ ഫിർഔനെ കുറിച്ച് ഞങ്ങൾക്ക് ഭയപ്പാടുണ്ട്. ആധുനിക ഫിർഔന്മാർ ഇത്തരത്തിലുള്ള ഇപ്രകാരമുള്ള ഭീഷണികളും ആക്രമണങ്ങളും ഒക്കെ നടത്തുമ്പോ ആ രാഹുൽ ഗാന്ധി സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ഏകാധിപതിയായി മനുഷ്യരെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഫിർഔനോട് ഉപമിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയുടെ 45-46 വചനങ്ങളാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞത്, ഖാല ലാ തഖാഫാ ഇന്നനീ മഅകുമാ അസ്മഉ വഅറാ. ആ സമയം റബ്ബ് അവർക്ക് കൊടുക്കുന്ന മറുപടി, ഞങ്ങൾ ഫിർഔനെ ഭയപ്പെടുന്നു, ഫിർഔനിന്റെ ഉപദ്രവത്തെ ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ ആ മൂസാ അലൈഹിസ്സലാമിനോടും ഹാറൂനിനോടും പറഞ്ഞത്, ഖാല റബ്ബ് പറഞ്ഞു, ലാ തഖാഫാ, നിങ്ങൾ 2 പേരും ഭയക്കേണ്ടതില്ല, ഇന്നനീ മഅകുമാ, നിങ്ങൾ 2 പേരുടെ കൂടെയും ഞാനുണ്ടാകും, അസ്മഉ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ കേൾക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയും, വഅറാ, ഞാനത് കാണുന്നുണ്ട് എന്ന നിർഭയത്വത്തിന്റെ വലിയൊരു സന്ദേശമാണ് രാഹുൽ ഗാന്ധി പോലും പാർലമെന്റിൽ പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ ഈ വാക്യം. ആ ഒരു നിർഭയത്വത്തിന്റെ ആ വലിയൊരു പ്രതീക്ഷയുടെ സന്ദേശം വിശ്വാസികളാകുന്ന മുസ്ലിം ഉമ്മത്തിനുണ്ടോ? പ്രിയമുള്ളവരെ, നാം ആലോചിക്കേണ്ടതാണ്. ഒരു വിശ്വാസി ഏതേത് പ്രതിസന്ധികൾ വരുമ്പോഴും ഏതേത് ഉപദ്രവങ്ങൾ വരുമ്പോഴും ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പടച്ച റബ്ബിലാണ്. നമുക്കറിയാം, ഫലസ്തീനിലെ വിശ്വാസികൾ ക്രൂരമായ പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാകുമ്പോഴും അവരുടെ നാവുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് യാ റബ്ബ്, യാ റബ്ബ്, യാ അല്ലാഹുവേ, പടച്ചവനെ എന്നുള്ള വിളികളാണ്. സ്വന്തം കുടുംബത്തിലെ 4 മക്കള് രക്തസാക്ഷിയായ ഉമ്മ പോലും വിളിച്ചു പറയുന്നത്, എൻ്റെ 4 മക്കള് നാളെ പരലോകത്ത് രക്തസാക്ഷികളായിക്കൊണ്ട് എന്നെ സ്വീകരിക്കാൻ അവർ കടന്നു വരും. ആ സമയത്തും ആ ഉമ്മയുടെ നാവിൽ നിന്ന് വരുന്നത് സൃഷ്ടികളെ കുറിച്ചല്ല.
നമ്മുടെ കൊച്ചു കേരളത്തിൽ പുരോഹിതന്മാര് പഠിപ്പിക്കുന്നത് സിയം വലിയുള്ള എന്ന മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ മുദബ്ബിറുൽ ആലം സിയം വലിയുള്ള എന്ന സൃഷ്ടികളെ കുറിച്ച് പറയുമ്പോ, പ്രിയമുള്ളവരെ, ആ ഫലസ്തീനിലുള്ള വിശ്വാസികൾ ഏത് ആപത്ഘട്ടങ്ങളിലും വിളിക്കുന്നത് യാ റബ്ബ് യാ റബ്ബ് എന്നാണ്. റബ്ബേ, ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റൊരു സഹായവുമില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും മസാസ് ഉബൈദത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവിടുത്തെ അറിയപ്പെട്ടത് ഒരു ബോഡി ബിൽഡർ ആയിരുന്ന ഒരു മനുഷ്യൻ, 9 മാസക്കാലം അദ്ദേഹം ജയിലിലായിരുന്നു. ആ ജയിലിൽ നിന്ന് ഒരു വല്ലാത്ത പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ ഏറ്റ് പട്ടിണി കിടന്നുകൊണ്ട് ക്രൂരമായ ഗോണ്ടോനാമ ജയിലുകളിൽ അനുഭവിക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ പോലുള്ള പീഡനമുറകളെല്ലാം അനുഭവിച്ച് മറ്റുള്ളവർ താങ്ങിയെടുത്തു കൊണ്ടുവരുമ്പോഴും ആ സഹോദരൻ പറഞ്ഞത്, മറ്റാരുമില്ല, നമുക്കുള്ളത് അല്ലാഹു മാത്രമാണ്, പടച്ച റബ്ബ് മാത്രമാണ്. പരീക്ഷണങ്ങൾ കൊണ്ട് 10 മാസക്കാലം കൊണ്ട് 38,000-ഓളം മനുഷ്യർ മരണപ്പെട്ടിട്ടും ആ വിശ്വാസികളുടെ ഹൃദയത്തിൽ അല്ലാഹുവല്ലാത്ത ഒരു പടപ്പുകളുമില്ല. പ്രിയമുള്ളവരെ, എന്നാൽ നമ്മുടെ നാട് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ജാറങ്ങളാണ്, ഖബറുകളാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാടുകളിൽ ഈ അടുത്തയിടെ മരണപ്പെട്ടു പോയ ഖുറാത്തങ്ങൾ എന്ന് പറയുന്ന ഒരു തങ്ങൾ, അവിടെയും ഒരു ഖബർ രൂപപ്പെട്ടു. ഇവിടുത്തെ പുരോഹിതന്മാർ, അള്ളാഹുവിലേക്ക് കരങ്ങൾ തിരിക്കേണ്ട പുരോഹിതന്മാർ, ഏത് ആപത്ഘട്ടത്തിലും അള്ളാഹുവാണ് അഭയമെന്ന് പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ, സൃഷ്ടികളിലേക്ക് ബഹുദൈവ ആരാധനകൾ പോലെ ഖബറുകളെയും ജാറങ്ങളെയും ആരാധനകൾക്ക് വിധേയമാക്കുമ്പോ എങ്ങനെയാണ് പ്രിയമുള്ളവരെ 5 നേരത്തെ നമസ്കാരത്തിലൂടെ ഒരു മുഅ്മിൻ പറയുന്നത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് റബ്ബിനോട് പറയുന്ന ഒരു മുവഹിദിന്, ഒരു മുഅ്മിനിന്, ജീവിച്ചിരിക്കുന്ന മരണപ്പെട്ടു പോയ ഇത്തരം ഖബറിടങ്ങളിലേക്ക് പോയിട്ട് എൻ്റെ രോഗം മാറ്റണേ, എൻ്റെ ദാരിദ്ര്യം മാറ്റണേ, എനിക്ക് രക്ഷാമാർഗങ്ങൾ കാണിച്ചു തരണേ എന്ന് ഒരു സൃഷ്ടിയോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പരിമിതമായ കാലങ്ങളാണ്. ഒരു 10-60 വർഷം ഈ ഭൂമിയിൽ നാം ജീവിക്കും. ഈ ജീവിതം കഴിഞ്ഞ് റബ്ബിലേക്ക് നാം മടങ്ങിപ്പോകും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ വിശ്വാസിയായി കൊണ്ട് റബ്ബിലേക്ക് മടങ്ങി വരികയും ഒരു മനുഷ്യൻ ശരിയായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുകയും ശരിയായ വഴിയും ശരിയായ മാർഗവും പ്രവാചകന്മാരുടെ മാർഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ഒരു വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് അങ്ങനെ ആ മനുഷ്യൻ റബ്ബിലേക്ക് മടങ്ങി വന്നാൽ അത്തരം വിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വച്ചിരിക്കുന്ന, ഉന്നതന്മാർക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ സ്വർഗം. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ഹൃദയത്തിലും ചിന്തിച്ചു നോക്കാൻ കഴിയാത്തതും ഒരു ചിന്തകളിലേക്കും കൊണ്ടുവരാൻ കഴിയാത്തതുമായ അനുഗ്രഹങ്ങളുടെ കലവറയാകുന്ന സ്വർഗം വിശ്വാസികൾക്ക് വേണ്ടിയാണ് അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ആ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.